സംസ്ഥാന സ്കൂൾ കായികമേളയുടെ 4ാം ദിനത്തിൽ അത്ലറ്റിക്സിൽ റെക്കോർഡ് പെരുമഴ. 200 മീറ്ററിൽ മാത്രം പിറന്നത് 4 റെക്കോർഡുകൾ. മഴ മാറി നിന്ന 4ാം ദിനത്തിലും കുതിപ്പ് തുടർന്ന് ആതിഥേയരായ തിരുവനന്തപുരം അത്ലറ്റിക്സിൽ 134 പോയിന്റുമായി പാലക്കാടാണ് മുന്നിൽ. അത്ലറ്റിക്സിൽ റെക്കോർഡുകളുടെ പെരുമഴ തീർത്തായിരുന്നു കായികമേളയുടെ 4ാം ദിനം കടന്നുപോയത്. രാവിലെ നടന്ന 5000 മീറ്റർ നടത്ത മത്സരത്തിൽ മലപ്പുറത്തിന്റെ മുഹമ്മദ് സുൽത്താൻ റെക്കോർഡോടെ സ്വർണം നേടി. 9 വർഷത്തെ റെക്കോർഡാണ് മലപ്പുറത്തിന്റെ സുൽത്താൻ തകർത്തത്. 200 മീറ്റർ ഫൈനൽ മത്സരങ്ങളായിരുന്നു ഇന്നത്തെ പ്രധാന ആകർഷണം. സീനിയർ ഗേൾസ് വിഭാഗത്തിലെ സ്വർണ്ണ നേട്ടത്തിലൂടെ 3 സ്വർണവുമായി നവാമുകുന്ദ സ്കൂളിലെ ആദിത്യാജി അത്ലറ്റിക്സിലെ ആദ്യ ട്രിപ്പിൾ സ്വർണ്ണ നേട്ടത്തിന് അർഹയായി. 100 മീറ്റർ, 200 മീറ്റർ, ഹർഡിൽസ് എന്നീ ഇനങ്ങളിലായിരുന്നു ആദിത്യയുടെ സ്വർണ്ണ നേട്ടം. വളരെ സന്തോഷമുണ്ട്. നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു. ഒന്ന് കയ്യിൽ നിന്ന് പോയെന്ന് വിചാരിച്ചു, പക്ഷേ ഇല്ല. എനിക്ക് എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം, എൻ്റെ അമ്മ അച്ഛൻ്റെ എല്ലാവരുടെയും പ്രാർത്ഥന, എൻ്റെ ബന്ധുക്കളുടെ എല്ലാവരും പ്രാർത്ഥന. ഒരുപാട് നന്ദിയുണ്ട്. ആദ്യം ദൈവത്തിനോട് നന്ദി പറയുന്നു. പേരൻസ്, കോച്ചസ്, ഫ്രണ്ട്സ് എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി. സബ് ജൂനിയർ ഗേൾസ് വിഭാഗത്തിൽ പാലക്കാടിന്റെ ആൻവി എസ് 38 വർഷം പഴക്കം ചെന്ന റെക്കോർഡാണ് തിരുത്തിയത്. ജൂനിയർ ഗേൾസ് വിഭാഗത്തിൽ ദേവനന്ദ ബിജു നേടിയ മീറ്റ് റെക്കോർഡിന് പോരാട്ടത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും ഇരട്ട തിളക്കമായിരുന്നു. ഡോക്ടർ സർജറി നിർദ്ദേശിച്ച ആശുപത്രി കിടക്കയിൽ നിന്ന് ട്രാക്കിലേക്ക് എത്തിയായിരുന്നു ദേവനന്ദയുടെ ഈ ഇരട്ട സ്വർണ്ണ നേട്ടം. ജൂനിയർ ബോയ്സ് വിഭാഗത്തിൽ റെക്കോർഡ് നേടിയതോടെ ആലപ്പുഴയുടെ അതുൽ ടി എമ്മിനും ഇത് ഇരട്ട റെക്കോർഡ് നേട്ടമായി. 100 മീറ്ററിൽ 37 വർഷം പഴക്കം ചെന്ന റെക്കോർഡാണ് അതുൽ തിരുത്തിക്കുറിച്ചത്. സീനിയർ ബോയ്സ് വിഭാഗത്തിൽ പാലക്കാടിന്റെ ജെ നിവേദ് കൃഷ്ണയും റെക്കോർഡ് കുറിച്ചു. 100 മീറ്ററിൽ സ്വർണം നേടി മേളയുടെ വേഗരാജാവായിരുന്നു നിവേദ്. ഗെയിംസ് ഇനങ്ങളിൽ മുന്നേറ്റം തുടരുന്ന ആതിഥേയരായ തിരുവനന്തപുരം ജില്ലയാണ് ഓവറോൾ പോയിന്റ് പട്ടികയിൽ 1ാമത്. അതേസമയം അത്ലറ്റിക്സ് ഇനങ്ങളിൽ പാലക്കാട് തങ്ങളുടെ ആധിപത്യം തുടരുകയാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.